ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാനുമായി നേർക്കുനേർ യുദ്ധത്തിനില്ലെന്ന് ഇസ്രയേലിനോട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. അമേരിക്കയെ ആക്രമിക്കില്ല എന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇറാൻ വ്യക്തമാക്കി. സമാധാനത്തിനായി സംയമനം പാലിക്കുന്നുവെന്നും ഇറാൻ പ്രതികരിച്ചു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, ഇനി ഇസ്രയേലിൻ്റെ നിലപാട് അറിഞ്ഞതിന് ശേഷം ഒരു പ്രതികരണം എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട്. അപ്പോഴും ഈ സംഘർഷത്തിന് അയവ് വരുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു സമവായം രൂപപ്പെടുന്ന തരത്തിലുള്ളൊരു സമീപനം ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുമില്ല. ഐക്യരാഷ്ട്രസഭയിൽ സഭയടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. സമവായ നീക്കങ്ങൾ എങ്ങനെയാണ് മധു? റീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതിന് പകരം ചോദിക്കാൻ നിൽക്കരുതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റ് ആഗ്രഹിക്കുന്നത് ശരിക്കും ഒരു തിരിച്ചടിയാണ്. അവർ ഇപ്പോൾ പരസ്യമായിട്ട് പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഈ പശ്ചിമേഷ്യയിലെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുന്നതും അതുപോലെ ഈ അമേരിക്ക ഇതിലേക്കൊക്കെ വലിച്ചിഴക്കുന്നതും ഒക്കെ മറ്റ് ലോക രാജ്യങ്ങൾക്ക് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾക്ക് ലോക നേതാക്കൾ ഇറാനോട് സംയമനം പാലിക്കുവാൻ ആവശ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം ഇസ്രായേൽ ഇനി ആക്രമിച്ചില്ലെങ്കിൽ പിന്നെ ഇറാൻ ഒരു ആക്രമണം തുടരില്ല എന്നുള്ള ചില വാർത്തകളും വരുന്നുണ്ട്. ഇറാനിൽ നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നാണ് അമേരിക്ക പറയുന്നത്. ഇന്ന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ ഇറാന്റെ അംബാസഡർ പറഞ്ഞത് അമേരിക്ക ഈ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ തടഞ്ഞത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ഒരു സമാധാനത്തിനായി അവർ സംയമനം പാലിക്കുകയായിരുന്നു. എന്നാൽ അവരുടെ അവകാശങ്ങൾ വിട്ടുകൊടുക്കുവാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്നൊരു നിലപാടാണ് ഇറാൻ എടുത്തിരിക്കുന്നത്. ശ്രീജിത്ത്, മധു, ഇസ്രായേലിന്റെ നിലപാട് എന്താണ്? മധു കൊട്ടാരക്കര. ഇസ്രായേലിന് ശരിക്കും ഒരു തിരിച്ചടി നൽകണമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനും അവരുടെ വാർ ക്യാബിനറ്റിനും ഉള്ളത്. വാർ ക്യാബിനറ്റിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ എല്ലാവരും ഒരേ സ്വരത്തിലാണ് ഇതിനോട് യോജിച്ചത്. പക്ഷേ അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കും അവര് പരസ്യമായ ഒരു നിലപാട് പറയുവാനായിട്ട് തയ്യാറാകുന്നില്ല. അവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എപ്പോൾ എങ്ങനെ വേണമെന്നുള്ളതിന് പിന്നീട് തീരുമാനിക്കാം എന്നുള്ളതാണ് ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. ശരി, ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.